സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമ. ലജ്ജാപടാവൃതേ നിത്യം ശാരദേ ജ്ഞാനദായികേ പാപേഭ്യോ ന സദാ രക്ഷ കൃപാമയി നമോസ്തുതേ. നമശ്രീയതിരാജായ വിവേകാനന്ദസൂരയേ സച്ചിത് സുഖസ്വരൂപായ സ്വാമിനേ താപഹാരിണേ. ശ്രീരാമകൃഷ്ണ വചനാമൃതം വോള്യം 1 ഭാഗം 12 അധ്യായം 2. മാക്സ് മുള്ളർ എഴുതിയ ഋഗ്വേദ പരിഭാഷ ഉള്ളതുകൊണ്ട് വായിച്ചു പഠിക്കാൻ തൻ്റെ മകന് കഴിഞ്ഞു എന്ന് നവദ്വീപ് ഗോസ്വാമി പറയുന്നതാണ് കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞതും. മാക്സ് മുള്ളർ ഈ ഋഗ്വേദത്തിൻ്റെ ട്രാൻസ്ലേഷൻ നടത്തിയതിനെ സംബന്ധിച്ചുമൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളാണ് കഴിഞ്ഞ തവണ നമ്മൾ ഇവിടെ പരിശോധിച്ചത്. അതായത് 19th സെഞ്ച്വറി എന്ന മാഗസീനിൽ മാക്സ് മുള്ളർ ശ്രീരാമകൃഷ്ണദേവനെക്കുറിച്ചൊരു ലേഖനം ആഗസ്റ്റ് മാസ ലക്കത്തിൽ പ്രസിദ്ധീകരിച്ചു. ആഗസ്റ്റ് മാസത്തിൽ ഈ വിവരം E.T. സ്റ്റർഡി എന്ന സുഹൃത്തിന് സ്വാമി വിവേകാനന്ദൻ ഒരു കത്ത് എഴുതി അറിയിക്കുന്നു. അതാണ് നമ്മൾ ഇനി നോക്കുന്നത്. ആ ഭാഗം തൊട്ടാണ്. ഇത് വചനാമൃതത്തിൽ നിന്ന് നേരിട്ടുള്ളതല്ല. നമ്മൾ മാക്സ് മുള്ളറുടെ കുറച്ച് കാര്യങ്ങളൂടെ നമ്മൾ ഇതിനകത്ത് അതിനോട് ചേർത്ത് നോക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഈ ഒരു കോൺടെക്സ്റ്റിൽ മാക്സ് മുള്ളറെക്കുറിച്ച് കുറച്ചുകൂടെ അറിയുക എന്നുള്ള ഒരു ഘടകം കൂടെ ഉണ്ട് എന്നുള്ള വിശ്വാസത്തിലാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ മാക്സ് മുള്ളർ 19th സെഞ്ച്വറി എന്നുള്ള മാഗസീനിൽ ശ്രീരാമകൃഷ്ണദേവനെക്കുറിച്ചൊരു ലേഖനം എഴുതുന്നു എന്ന് ജൂണിലാണ് സ്വാമിയോട് പറഞ്ഞത്. പ്രസിദ്ധീകരിക്കാൻ ഉദ്ദേശിക്കുന്നുവെന്ന് ജൂണിലാണ്. 1896 ഇത് സംഭവം. ലണ്ടനിൽ വെച്ചാണ് സ്വാമിജിയുമായിട്ട് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഈ 19th സെഞ്ച്വറി എന്ന മാഗസീനിൽ പ്രസിദ്ധീകരിക്കുന്ന ജൂണിൽ പറഞ്ഞു, അടുത്ത് തന്നെ വരും എന്നാണ് പറഞ്ഞത്. അങ്ങനെ ജൂൺ, ജൂലൈ, ആഗസ്റ്റിലാണത് പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ അങ്ങനെ പ്രസിദ്ധീകരിച്ച് ആ വിവരം E.T. സ്റ്റർഡി, സ്വാമിജിയുടെ കാര്യങ്ങളെല്ലാം നോക്കുകയൊക്കെ ചെയ്യുന്ന അവിടുത്തെ ഒരു ഫോളോവറാണ്. സ്വാമിജിയുടെ വലിയ താല്പര്യമുള്ള ആളാണ്. സ്വാമിജിയോടൊപ്പം സഞ്ചരിക്കുകയൊക്കെ ചെയ്യുന്ന E.T. സ്റ്റർഡി. അപ്പോൾ സ്റ്റർഡിയെ ഒരു കത്ത് എഴുതിയിട്ട് സ്വാമിജി ഈ വിവരം അറിയിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അത് സ്റ്റർഡിയെ അറിയിക്കാനുള്ളൊരു കാരണം എന്തെന്ന് വെച്ചാൽ, ഈ ലേഖനത്തിനൊരു പ്രത്യേകതയുണ്ട്. മാക്സ് മുള്ളർ ഈ ലേഖനം എഴുതിയിട്ട് ഇതിൻ്റെ ഒരു വിപുലീകരണം, ഒന്ന് വിപുലപ്പെടുത്തി ഒരു വലിയ ഗ്രന്ഥമാക്കി മാറ്റണം, അത് ശ്രീരാമകൃഷ്ണദേവനെക്കുറിച്ചുള്ള ഒരു നല്ല ഒരു ഗ്രന്ഥമായി മാറണം എന്ന് അങ്ങനെ ഉദ്ദേശിക്കുന്നുവെന്ന് മാക്സ് മുള്ളർ സ്വാമി വിവേകാനന്ദനോട് പറഞ്ഞു. അപ്പം അതിന് വേണ്ട ഇൻപുട്സ് എവിടുന്നൊക്കെയാണോ കിട്ടാവുന്നത് അതെല്ലാം തനിക്ക് തരണം എന്ന് മാക്സ് മുള്ളർ പറഞ്ഞു. കാരണം മാക്സ് മുള്ളർ വിവേകാനന്ദ സ്വാമിയെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ പ്രസംഗിക്കാൻ ഉള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയും അങ്ങനെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ സ്വാമിജി പ്രസംഗിക്കുകയും ചെയ്തു. അപ്പോൾ ആ തരത്തിലൊരു ബന്ധം മാക്സ് മുള്ളറും സ്വാമിജിയും തമ്മിൽ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ലേഖനം നേരത്തെ എഴുതി വെച്ചതാണ്. സ്വാമിജിയുമായിട്ട് പരിചയപ്പെടുന്നതിന് മുമ്പേ എഴുതി വെച്ചതാണ് ഈ ലേഖനം. അതുകൊണ്ട് തന്നെ അതിൽ ശ്രീരാമകൃഷ്ണദേവനെ കുറിച്ചുള്ള ലേഖനമാണെങ്കിലും മാക്സ് മുള്ളർക്ക് കിട്ടിയ അറിവുകൾ വളരെ പരിമിതമാണ്. അത് മാക്സ് മുള്ളർക്ക് തന്നെ അറിയാം. ഇതൊരു കംപ്ലീറ്റ് ആയിട്ട് ഉള്ള ഒരു ലേഖനമല്ല, ഇതിനകത്ത് ഒരുപാട് കുറവുകളുണ്ട് എന്ന് മാക്സ് മുള്ളർക്ക് സ്വാമിജിയുമായിട്ട് സംസാരിച്ച ശേഷം മനസ്സിലായി. പക്ഷേ എഴുതാൻ പബ്ലിഷ് ചെയ്യാൻ കൊടുത്തുപോയി. ആ മാഗസീൻകാർക്ക് കൊടുത്തുപോയത് കൊണ്ട് അതങ്ങ് പബ്ലിഷ് ചെയ്യട്ടെ എന്ന് തീരുമാനിക്കുകയായിരുന്നു. സ്വാമിജിയും പറഞ്ഞു അത് നടക്കട്ടെ, അത് പബ്ലിഷ് ചെയ്ത് വരട്ടെ, നമുക്ക് ശ്രീരാമകൃഷ്ണദേവനെക്കുറിച്ച് വിപുലമായ മറ്റൊരു ഗ്രന്ഥം തന്നെ എഴുതാം, അതിന് വേണ്ട എല്ലാ സഹായവും ചെയ്തു തരാമെന്ന് സ്വാമിജി
ഈ മാക്സ് മുള്ളറോട് പറയുകയും ചെയ്തു. അപ്പോൾ അതാണ് നമ്മൾ ആ ഭാഗം തൊട്ടാണ് ഇനി നോക്കുന്നത്. അപ്പോൾ ഇനി ഇവിടെ വളരെ പ്രധാനമായിട്ട് നമ്മൾ കാണുന്ന ഒരു കാര്യം, സ്വാമിജി എത്രമാത്രമാണ് ഇങ്ങനെ ഒരു വിവരം, മാക്സ് മുള്ളർ ഇങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചു, ഒരു ഗ്രന്ഥം എഴുതണം എന്ന ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ യഥാർത്ഥത്തിൽ സ്വാമിജി ഇതിനു വേണ്ടി നടത്തിയ ഒരു തയ്യാറെടുപ്പുണ്ട്. കാര്യം ആ ഗ്രന്ഥരചനയ്ക്ക് വേണ്ടി സ്വാമിജി നടത്തിയ ഒരു തയ്യാറെടുപ്പ്, സ്വാമിജി എത്രമാത്രമാണ് അതിൻ്റെ ഓരോ പോയിൻ്റ്, ആ ഗ്രന്ഥം രചിക്കുന്നതിന് വേണ്ട മറ്റ് കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്യുന്നതിന് വേണ്ടി സ്വാമിജി എത്രമാത്രം ശ്രദ്ധാലുവായിരുന്നു, എത്ര വളരെ അതിനെ മുഴുവൻ കാര്യങ്ങൾ, അതിൻ്റെ ഈച്ച് ആൻഡ് എവറി കോർണർ സ്വാമിജി പരിശോധിച്ച് അത് വേണ്ട എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി തൻ്റെ ഗുരുവിൻ്റെ ആ ഒരു ഗ്രന്ഥം പുറത്തു വരുന്നതിന് വേണ്ടി സ്വാമിജി എത്രമാത്രമാണ് സ്ട്രഗിൾ എടുക്കുന്നതെന്നുള്ളത് ഈ ഭാഗങ്ങളിൽ കുറച്ച് ഭാഗത്ത് അദ്ദേഹം എഴുതിയ കത്തുകളിലൂടെ നമുക്ക് മനസ്സിലാവും. മാക്സ് മുള്ളർ എഴുതുന്ന ഈ പുസ്തകത്തിന് വേണ്ടി സ്വാമിജി അനുഭവിച്ച ഒരു സ്ട്രഗിളുണ്ട്. അപ്പം അതിൽ ഒന്നാമത്തെ കാര്യം, ഈ പുസ്തകം മാക്സ് മുള്ളർ എഴുതണമെന്ന് പറഞ്ഞപ്പോൾ അതിനുള്ള വിവരങ്ങൾ ഇന്ത്യയിൽ നിന്ന് വേണം കിട്ടാൻ. അപ്പോൾ സ്വാമിജി അതിന് ഏറ്റവും പറ്റിയ ആൾ രാമകൃഷ്ണാനന്ദ സ്വാമികളാണ്, ശശി മഹാരാജ്. അപ്പോൾ രാമകൃഷ്ണാനന്ദ സ്വാമികൾക്ക് സ്വാമിജി വിവേകാനന്ദൻ ഒരു കത്തയച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു കാര്യമുണ്ട്, അപ്പോൾ അതനുസരിച്ച് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കണം എന്ന് രാമകൃഷ്ണാനന്ദ സ്വാമിയെ നേരത്തെ തന്നെ പറഞ്ഞൊരുക്കി വച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് രാമകൃഷ്ണൻ സ്വാമിയെ ഈ വിവരം അറിയിച്ചതിന് ശേഷം ഉടൻ തന്നെ സ്റ്റർഡിക്കും കത്തെഴുതുകയാണ്. ഉടൻ സ്റ്റർഡിക്ക് അടുത്ത കത്തെഴുതുകയാണ്. അപ്പം സ്റ്റർഡിക്ക് എഴുതിയ കത്ത്, അതിൽ സ്വാമിജി പറയുന്നത്, സ്വാമിജി സ്റ്റർഡിയെ അഭിസംബോധന ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ തവണ അത് പറഞ്ഞതാണ്. സ്വാമിജിക്ക് ഏറ്റവും ഹൃദയത്തോട് അടുത്ത് നിൽക്കുന്ന ആളാണ് സ്റ്റർഡി. പിന്നീട് സ്റ്റർഡിക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി എന്നൊക്കെ ചില ഭാഗങ്ങളും ഉണ്ട്. എന്നാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സ്റ്റർഡിയെ സ്വാമിജി വിളിക്കുന്ന ആ കത്തിൽ അഭിസംബോധന ചെയ്തിരിക്കുന്നത് അതിപ്രിയനെ എന്നാണ്. അതിപ്രിയനെ, അപ്പോൾ അത്രമേൽ എനിക്ക് പ്രിയപ്പെട്ടവനെ എന്നാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ ഉടനെ നമ്മൾ പറയും, എപ്പോഴും സ്റ്റർഡിക്ക് അയക്കുന്ന കത്തിൽ അതിപ്രിയനെ എന്നാണ് ചേർക്കുക. അപ്പോൾ ഡിയറസ്റ്റ് ഡിയർ എന്നുള്ള രീതിയിൽ. അപ്പോൾ അത്രമേൽ അത് സ്റ്റർഡിക്ക് എഴുതുന്ന കത്തിൽ മാത്രമേ അങ്ങനെ കാണുകയുള്ളൂ. അത്രമേൽ സ്വാമിജിക്ക് ഹൃദയബന്ധമുള്ള ഒരാളാണ് സ്റ്റർഡി. അപ്പോൾ ഈ സ്റ്റർഡിയോട് സ്വാമിജി ഉടൻ തന്നെ എഴുതി, ഇങ്ങനെ 19th സെഞ്ച്വറി എന്നുള്ള മാഗസിൻ കിട്ടിയോ, അല്ലെങ്കിൽ കണ്ടോ, ആഗസ്റ്റിലൊക്കെ കണ്ടോ, അതിനകത്ത് ഇങ്ങനെ ശ്രീരാമകൃഷ്ണദേവനെക്കുറിച്ചുള്ള ലേഖനം മാക്സ് മുള്ളർ എഴുതിയിട്ടുണ്ട്, അത് പരിശോധിച്ചോ എന്ന് ചോദിച്ചുകൊണ്ടാണ് കത്തെഴുതിയെന്ന്. മാത്രമല്ല ഈ കത്തിനൊരു കാരണം കൂടെയുണ്ട്. അന്ന് രാവിലെ, ഈ കത്ത് എഴുതുന്ന ദിവസം, അതായത് ആഗസ്റ്റ് 5-ാം തീയതി 1896 ആഗസ്റ്റ് 5-ാം തീയതി രാവിലെയാണ്, ഉച്ചയ്ക്ക് ശേഷമാണ് ഈ കത്ത് സ്റ്റർഡിക്ക് സ്വാമിജി എഴുതുന്നത്. നമ്മുടെ കറണ്ട് ഇത്തിരി പോയി കിടക്കുകയാണ്. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ ശല്യം ഭയങ്കരമാണ്. ആണോ? നോക്കാം. ഇത് കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാമോ? ആണോ? കേൾക്കാമോ? 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 ഇല്ലല്ലേ? ഇതിലാ? അതെ, അതെടുക്കാം. ഈ കലാപരിപാടി ഭയങ്കര കഷ്ടമായിപ്പോയി. ലൈറ്റ് വന്നു. മഴക്കാലമായതുകൊണ്ട്
കറണ്ട് കട്ട് ഒരു പതിവാണ്. അപ്പം നമ്മുടെ പ്രോഗ്രാമിനെ അത് ഇടയ്ക്ക് തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കും. കുഴപ്പമില്ല, നമുക്ക് തുടരാം. അപ്പോൾ ആഗസ്റ്റ് 5-ന് 1896 ആഗസ്റ്റ് 5-ന് ഉച്ചയ്ക്ക് ശേഷം സ്വാമിജി സ്റ്റർഡിക്ക് അയക്കുന്ന ഭാഗമാണ് നമ്മൾ ഈ പറഞ്ഞിവിടെ എത്തിയത്. അപ്പോൾ ആ കത്തിൽ, സ്റ്റർഡിക്ക് അയച്ച കത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഈ മാക്സ് മുള്ളറുടെ ശ്രീരാമകൃഷ്ണദേവനെക്കുറിച്ചുള്ള ലേഖനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, അതൊന്ന് വായിച്ചു നോക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് മാത്രമല്ല, സ്റ്റർഡിയോട് ഒരു കാര്യങ്ങളൂടെ ചോദിക്കുന്നുണ്ട്. ഈ മാക്സ് മുള്ളർ ഈ അഭിപ്രായം തന്നോട് ചോദിച്ചിട്ടുണ്ട്, കാര്യം അത് വായിച്ചോ, അല്ലെങ്കിൽ അത് വായിച്ചവരുടെ അഭിപ്രായം എന്താണ് എന്നൊക്കെ മാക്സ് മുള്ളർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അപ്പോൾ അവിടെ ഒരു ചെറിയ തെറ്റ്. അതായത് മാക്സ് മുള്ളർ ഈ പ്രസിദ്ധീകരിച്ച ശേഷം മാക്സ് മുള്ളർ സ്വാമിജിക്ക്, അതായത് സ്വാമി വിവേകാനന്ദന് ഒരു കത്തയച്ചത്, ആ കത്ത് ഈ ആഗസ്റ്റ് 5 1896 ആഗസ്റ്റ് 5-ന് രാവിലെ കിട്ടി. അതുകൊണ്ടാണ് ഉച്ചയ്ക്ക് തന്നെ സ്റ്റർഡിക്ക് സ്വാമിജി കത്തയക്കുന്നത്. അപ്പം സ്റ്റർഡി അയച്ച കത്തിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വായിച്ചോ, അത് മറ്റാരെങ്കിലുമൊക്കെ വായിച്ചോ എന്നൊക്കെ സ്റ്റർഡി ചോദിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഈ ലേഖനം വായിച്ച് വേണ്ടത്ര അഭിപ്രായം പറയണം എന്നാണ് സ്റ്റർഡിയോടും കൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ആ കാര്യമാണ് സ്റ്റർഡിക്ക് അയച്ച കത്തിൽ സ്വാമിജി പറഞ്ഞിരിക്കുന്നത്. അപ്പം അതോടൊപ്പം തന്നെ ആ സ്റ്റർഡിക്ക് അയച്ച കത്തിന് ശേഷം അടുത്ത ദിവസം സ്റ്റർഡിക്ക് ഒരു കത്തയച്ചു. അത് 5-ാം തീയതി ആഗസ്റ്റ് 5-ന് ഉച്ചയ്ക്ക് ശേഷമാണ്. ആഗസ്റ്റ് 6-ന് ഉടൻ തന്നെ അളസിംഗപ്പെരുമാളിന് ഇന്ത്യയിലേക്ക്, സ്വാമിജി നിരന്തരം കത്തിടപാടുകളിലൂടെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന മറ്റൊരു വ്യക്തിയാണ് അളസിംഗപ്പെരുമാൾ. സ്വാമിജിക്ക് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും ഭാരതത്തിൽ നിന്നുകൊണ്ട് ചെയ്തു കൊടുക്കുന്ന ആളാണ് അളസിംഗപ്പെരുമാൾ. അപ്പോൾ ആ അളസിംഗപ്പെരുമാൾക്ക് സ്വാമിജി ഒരു കത്തയച്ചു അതിൻ്റെ അടുത്ത ദിവസം. അപ്പോൾ ആ കത്തിലും പറഞ്ഞിട്ടുണ്ട്, 19th സെഞ്ച്വറി എന്ന് പറയുന്ന മാഗസീനിൽ ശ്രീരാമകൃഷ്ണദേവനെക്കുറിച്ച് മാക്സ് മുള്ളർ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ ലേഖനം വന്ന മാസിക ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം, നിങ്ങളത് വായിച്ച് അതിൻ്റെ അഭിപ്രായം പറയണം എന്നും കൂടെ അളസിംഗപ്പെരുമാൾക്കും സ്വാമിജി അയച്ചിട്ടുണ്ട്. അപ്പോൾ ശ്രീരാമകൃഷ്ണദേവനെ കുറിച്ച് ഒരു പുസ്തകം എഴുതാൻ വേണ്ട വസ്തുതകൾ ഇനിയിപ്പോൾ അളസിംഗപ്പെരുമാളിനോട് സ്വാമിജി പറഞ്ഞ കാര്യം ഇത്രയും കൂടെ ചേർത്തിട്ടുണ്ട്. ആ കത്തിൽ ചേർത്ത് പറഞ്ഞിരിക്കുന്നത്, മാക്സ് മുള്ളർ ശ്രീരാമകൃഷ്ണദേവനെക്കുറിച്ച് കുറച്ചുകൂടെ വിപുലമായ രീതിയിൽ ഒരു പുസ്തകം എഴുതാൻ ആഗ്രഹിക്കുന്നു. ആ പുസ്തകത്തിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഭാരതത്തിൽ നിന്നുള്ള ഇൻഫർമേഷൻസ്, അല്ലെങ്കിൽ അവിടുന്ന് കിട്ടാവുന്ന മുഴുവൻ ഡോക്യുമെൻറ്റ്സ്, അതെല്ലാം മാക്സ് മുള്ളർക്ക് അയച്ചു കൊടുക്കണം. അപ്പോൾ ആ കൃത്യതയ്ക്ക് വേണ്ടിയിട്ടാണ് ഇനി വരാൻ പോകുന്ന ആ പുസ്തകം, ആ ഗ്രന്ഥം എത്ര കൃത്യതയോടുകൂടി ആയിരിക്കണം എന്ന് സ്വാമിജിക്ക് വളരെ നിർബന്ധമുണ്ട്. അപ്പം അതാണ് അളസിംഗപ്പെരുമാൾക്ക് ഈ കത്തയച്ച കൂട്ടത്തിൽ പറഞ്ഞിരിക്കുന്നൊരു വിശേഷം. അത് സ്വാമിജി ഇനിയും അതിനു വേണ്ട തയ്യാറെടുപ്പുകൾ, അതിനുവേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യണമോ അതെല്ലാം കൃത്യം സ്വാമിജി കോർഡിനേറ്റ് ചെയ്യുന്നൊരു കാഴ്ച നമുക്ക് തുടർന്ന് കേൾക്കാം. നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഓഡിയോ ആയിട്ട് ബാക്കി ഭാഗങ്ങൾ കേൾക്കാം. അപ്പോൾ ഈ മാക്സ് മുള്ളറുമായി ബന്ധപ്പെട്ട ബാക്കി ഭാഗം നിങ്ങൾ ഈ ഓഡിയോ സമ്പൂർണ്ണമായിട്ട് കേൾക്കണം. ഇനി ഓഡിയോ തുടരും.
ജയ് ശ്രീരാമകൃഷ്ണ. ആദ്യം രാമകൃഷ്ണൻ സ്വാമിയെ വിളിച്ച് അതിൻ്റെ വേണ്ട ഇൻഫോർമേഷൻസൊക്കെ എത്തിക്കാൻ പറയുന്നു. കൂടാതെ ശാരദാനന്ദ സ്വാമികൾ ഈ സമയത്ത് സ്വാമിജിയോടൊപ്പം അവിടെ ഉണ്ട്, അപ്പോൾ ലണ്ടനിലുണ്ട്. അപ്പോൾ ശാരദാനന്ദ സ്വാമികളെയാണ് ഇതെല്ലാം ഒന്ന് നോക്കാനായിട്ട് ഈ കാര്യം. സ്വാമിജി പല പ്രസംഗങ്ങൾക്ക് പോണത് കൊണ്ട് പൂർണ്ണമായും ഇതിൻ്റെ പിന്നാലെ നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് ശാരദാനന്ദ സ്വാമികളെ ഇതെല്ലാം ഒന്ന് ഇതിന് വേണ്ടുള്ളതൊന്നും ഒന്ന് എല്ലാ ഗൈഡൻസും കൊടുക്കാനായിട്ട് ശാരദാനന്ദ സ്വാമികളെ ഏർപ്പാടാക്കുന്നു. അങ്ങനെ ഈ ഒരു ഗ്രന്ഥരചനയ്ക്ക് വേണ്ടി മാക്സ് മുള്ളറുമായിട്ട് സ്വാമിജി തയ്യാറാവുകയാണ്. ഈ സ്റ്റർഡിക്ക് കത്തയച്ച ശേഷം അടുത്ത ദിവസം ഈ കത്ത് അയച്ചു. അതായത് 5-ാം തീയതി കത്തയക്കുന്നു, സ്റ്റർഡിക്ക് അയക്കുന്നു. 6-ാം തീയതി ആയപ്പോൾ അതെ 5-ാം തീയതി ആഗസ്റ്റ് 5-ാം തീയതി സ്റ്റർഡിക്ക് കത്തയച്ചു. 6-ാം തീയതി ഇന്ത്യയിലേക്ക് സ്വാമിജി അളസിംഗ പെരുമാൾക്കൊരു കത്തയക്കുന്നു. അളസിംഗ പെരുമാൾക്ക് എന്നിട്ട് പറയാൻ അതിലും ഈ 19th സെഞ്ച്വറിയിൽ വന്ന ലേഖനത്തെക്കുറിച്ച് വളരെ കാര്യമായിട്ട് അതിനകത്ത് ഈ ലേഖനം വന്നതിനെക്കുറിച്ച് അളസിംഗ പെരുമാളോടും കൂടെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് അത് വായിച്ചു നോക്കി അഭിപ്രായം പറയണം എന്ന് അളസിംഗ പെരുമാൾക്ക് എഴുതിയ കത്തിലും ഇത് സ്വാമിജി പറഞ്ഞു. എന്നിട്ട് മാസികയുടെ ഒരു കോപ്പി ഇന്ത്യയിലേക്ക് അയച്ചു തരാമെന്നും പറഞ്ഞിട്ടുണ്ട്. സ്വാമിജി വിവരങ്ങൾ ഈ കത്തിൽ എഴുതിയെങ്കിലും മാസികയുടെ ഒരു കോപ്പി അളസിംഗ പെരുമാൾക്ക് അയച്ചു കൊടുക്കാം എന്നും കൂടി കത്തിൽ അയച്ചിട്ടുണ്ട്. എന്നിട്ട് അത് വായിച്ച് അതേക്കുറിച്ചുള്ള പൂർണ്ണ വിവരം എന്നെ അറിയിക്കണം എന്ന് സ്വാമിജി പറഞ്ഞു. അപ്പോൾ ശ്രീരാമകൃഷ്ണദേവനെക്കുറിച്ച് പുസ്തകം എഴുതാൻ വേണ്ട വസ്തുതകൾ ഈ അളസിംഗ പെരുമാളെ അയച്ചു കൊടുക്കാൻ. അപ്പോൾ രാമകൃഷ്ണൻ സ്വാമികളെ ഏൽപ്പിച്ചിട്ടുണ്ട് കുറച്ച് കാര്യങ്ങൾ, അളസിംഗ പെരുമാളെയും ഏൽപ്പിച്ചു. എന്നിട്ട് അതായത് എത്ര പേരോടാണ് സ്വാമിജി ഈ ഒരു ഗ്രന്ഥരചനയ്ക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ഈ മാക്സ് മുള്ളർക്ക് ചെയ്തു കൊടുക്കാൻ വേണ്ടി ഇത്ര കൃത്യമായിട്ട് സ്വാമിജി ആ നീക്കങ്ങൾ നടത്തുന്നത് എന്നുള്ളത് സ്വാമിജിയുടെ ആ ഒരു ഗുരുഭക്തിയുടെ വലിയൊരു തെളിവ് കൂടിയാണ്. അപ്പോൾ ഭഗവാനെക്കുറിച്ച് വരേണ്ട ഒരു പുസ്തകത്തിൻ്റെ കൃത്യത എത്രമാത്രമാണ് എന്നുള്ളത് സ്വാമിജിക്ക് എത്രമാത്രം ആയിരിക്കണം എന്നുള്ളത് സ്വാമിജി അതീവ ശ്രദ്ധാലുവാണ് എന്നും നമുക്കിവിടെ മനസ്സിലാക്കാം. അപ്പോൾ അളസിംഗ പെരുമാൾക്ക് ആഗസ്റ്റ് 6-ന് അയച്ച ശേഷം ആഗസ്റ്റ് 8-ന് വീണ്ടും കത്തയക്കുകയാണ്. 2 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും കത്തയച്ചു. അതായത് അന്നത്തെ കണക്കനുസരിച്ച് നമുക്കറിയാമല്ലോ, ഒരു ആഗസ്റ്റ് 6-ന് അയച്ച കത്ത് അളസിംഗ പെരുമാൾക്ക് കിട്ടണമെങ്കിൽ തന്നെ 10-20 ദിവസം കഴിയണം. അതിനു മുമ്പേ തന്നെ 8-ാം തീയതി വീണ്ടും ഒരു 2 ദിവസം കഴിഞ്ഞ് 8-ാം തീയതി വീണ്ടും കത്തെഴുതി. അതിൽ പറയുന്നത് ഞാൻ മാക്സ് മുള്ളറുടെ ലേഖനം വായിച്ചു. അപ്പോൾ വായിച്ച് കഴിഞ്ഞ് കേട്ടാണ്. അപ്പോൾ എന്നിട്ട് പറഞ്ഞത് എന്താണ്, ആ ലേഖനത്തെക്കുറിച്ച് സ്വാമിജിയുടെ അഭിപ്രായം പറയുന്നതാണ് രസകരം. സ്വാമിജി പറഞ്ഞത് 6 മാസം മുമ്പ് അദ്ദേഹം ഇത് എഴുതുമ്പോൾ, ഇത് 6 മാസം മുമ്പ് അദ്ദേഹം എഴുതി വെച്ച ലേഖനമാണ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചത്. 6 മാസം മുമ്പ് അദ്ദേഹം ഇത് എഴുതുമ്പോൾ മജുംദാരുടെ ഒരു ലഘു പത്രികയല്ലാതെ ഒരു വസ്തുതയും അദ്ദേഹത്തിന് കിട്ടിയിരുന്നില്ല. മജുംദാർ ആരാണ്? പ്രതാപ് ചന്ദ്ര മജുംദാറിനെ കുറിച്ചാണ് ഈ പറയുന്നത്. അതായത് ബ്രഹ്മസമാജത്തിൻ്റെ വലിയൊരു നേതാവ് കൂടിയായ നമ്മുടെ കേശവചന്ദ്രസേൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട സഹപ്രവർത്തകൻ കൂടിയായ, അതിനേക്കാളെല്ലാം ഉപരി ചിക്കാഗോ മതസമ്മേളനത്തിലേക്ക് ഇന്ത്യയിൽ നിന്ന് ക്ഷണിക്കപ്പെട്ട ആളുകളിൽ ഒന്നാണ് മജുംദാർ, ഈ പ്രതാപ് ചന്ദ്ര മജുംദാർ. അപ്പോൾ അത്രയും പ്രാധാന്യമുള്ള ഒരാൾ കൂടിയാണ് അദ്ദേഹം. അപ്പോൾ പക്ഷേ അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ വച്ചിട്ടാണ് ഈ മാക്സ് മുള്ളർ ശ്രീരാമകൃഷ്ണദേവനെക്കുറിച്ച് ഒരു ലേഖനം എഴുതുന്നത്. അപ്പം അതിലെത്രമാത്രമായിരിക്കും കൃത്യത എന്നുള്ളതിന് സ്വാമിജിക്ക് സംശയമുണ്ട്. കാര്യം അദ്ദേഹം ബ്രഹ്മസമാജത്തിൻ്റെ ഒരു ലീഡറാണ്. പൂർണ്ണമായും ഇപ്പോൾ സ്വാമിജിയെ പോലെയോ അല്ലെങ്കിൽ മറ്റ് ഫോളോവേഴ്സിനെ പോലെ ഭഗവാന്റെ ഗൃഹസ്ഥ ഭക്തരെ പോലെയുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് പ്രതാപ് ചന്ദ്ര മജുംദാർക്ക് ഭഗവാനോടില്ല. മാത്രമല്ല വളരെ വ്യത്യസ്തമായ ഒരു ആധ്യാത്മിക മേഖലയിൽ
അതായത് ബ്രഹ്മസമാജം പോലുള്ളൊരു മേഖലയിൽ വ്യത്യസ്ത കാഴ്ചപ്പാടോടുകൂടി നടക്കുന്ന, പ്രത്യേകിച്ച് ബിബ്ലിക്കലായിട്ടുള്ള ആ ഒരു കോൺസെപ്റ്റിനെ പിന്തുടരുന്ന, ബ്രിട്ടീഷുകാരുടെ ഇംഗ്ലീഷുകാരുടെ ആ വർഷിപ്പിനെയും ബൈബിളിനെയെല്ലാം പിന്തുടരുകയൊക്കെ ചെയ്യുന്ന, ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും നല്ല രീതിയിൽ അത്തരമുള്ള പ്രൗഢിയൊക്കെ ഉള്ള അങ്ങനെയുള്ള മജുംദാർ ശ്രീരാമകൃഷ്ണദേവനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഈ മാക്സ് മുള്ളർക്ക് കൊടുത്തു എന്ന് പറയുമ്പോൾ അതിനകത്ത് എത്രമാത്രമായിരിക്കും ആ കൃത്യത എന്ന് സ്വാമിജിക്ക് സംശയം ഉണ്ടായിരുന്നു. കാര്യം അതാണ് ഈ ലേഖനത്തിൽ, അത് ഈ അളസങ്കപ്പെരുമാളിനെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്, ഈ ലേഖനത്തിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ ഇന്നതൊക്കെയാണ് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ കാരണം. അപ്പോൾ ഇനിയിപ്പോൾ ശ്രീരാമകൃഷ്ണദേവനെ കുറിച്ചിട്ട് ദീർഘവും മനോഹരമായൊരു ഗ്രന്ഥം ഇതിന് പകരം എഴുതാൻ ആഗ്രഹിക്കുന്നതായി ഒരു കത്ത് മാക്സ് മുള്ളർ വിവേകാനന്ദൻ അയച്ചു തന്നിരുന്നു എന്നും അളസിങ്കപ്പെരുമാൾക്ക് എഴുതിയ കത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് മാക്സ് മുള്ളർ വിവേകാനന്ദ സ്വാമിക്ക് ഒരു കത്ത് അയച്ചു ഈ ലേഖനം വന്ന ശേഷം. അതിലാണ് ഭഗവാനെക്കുറിച്ച് വളരെ വിശദമായ ഒരു ഗ്രന്ഥം തന്നെ. അതാണ് പിന്നീട് ശ്രീരാമകൃഷ്ണ ആൻഡ് ഹിസ് ലൈഫ് ആൻഡ് അഡ്വൈസസ് എന്ന് പറഞ്ഞുള്ള രീതിയിൽ ഒരു പുസ്തകം വന്നത്. ടീച്ചിങ്സ്, ശ്രീരാമകൃഷ്ണ ഹിസ് ലൈഫ് ആൻഡ് ടീച്ചിങ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പുസ്തകമായിട്ട് പിന്നീട് വരുന്നത് അതാണ്. അപ്പോൾ ആ പുസ്തകത്തിൻ്റെ തയ്യാറെടുപ്പുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ എന്നിട്ട് സ്വാമിജി അളസിങ്കപ്പെരുമാളിന് എഴുതിയ കത്തിൽ ഇങ്ങനെ പറഞ്ഞു, ഞാനിപ്പോൾ ധാരാളം വിവരങ്ങൾ അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. കാരണം ഈ ലേഖനം വായിച്ചപ്പോൾ മനസ്സിലായി ഇത് വളരെ അപൂർണവും അവ്യക്തവും അത് വേണ്ടത്ര ശരിയുമല്ല. അത് സ്വാഭാവികമായിട്ട് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് വളരെ വ്യക്തമായ കാര്യങ്ങളും വേണ്ടപ്പെട്ട വിവരങ്ങളെല്ലാം ഞാൻ ഇതിനകം തന്നെ മാക്സ് മുള്ളർക്ക് നൽകിക്കഴിഞ്ഞു. പക്ഷേ ഭാരതത്തിൽ നിന്ന് ഇനിയും കൂടുതൽ വിവരങ്ങൾ കിട്ടേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ഇത് ഭംഗിയായിട്ട് പൂർത്തിയാക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ അതനുസരിച്ച് ആ വിവരങ്ങൾ നൽകണം എന്നാണ് പറഞ്ഞത്. പ്രതാപ് ചന്ദ്ര മജുംദാറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വിവരങ്ങൾ നൽകി. അദ്ദേഹം ബ്രഹ്മസമാജത്തിനെ പ്രതിനിധീകരിച്ച് ക്ഷണിക്കപ്പെട്ട ആളും, അല്ലെങ്കിൽ ബ്രഹ്മസമാജത്തെക്കുറിച്ച് വിദേശങ്ങളിൽ ഭാരതീയ നമ്മുടെ ഇന്ത്യൻ കൾച്ചറിനെ കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ ആധ്യാത്മികതയെക്കുറിച്ചൊക്കെ മജുംദാർ അവിടെ പ്രസംഗിക്കുകയൊക്കെ ചെയ്യുന്നത് വ്യത്യസ്തമായ, ശ്രീരാമകൃഷ്ണദേവൻ്റെ കാഴ്ചപ്പാടിലല്ല, വ്യത്യസ്തമായ കാഴ്ചപ്പാടാണ്. കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം ഈശ്വരൻ എന്ന് പറയുന്നത് ഒരു രൂപഘടനയിൽ കാണുന്നവരല്ല, അങ്ങനെയാണ്. അപ്പോൾ സാകാര രൂപത്തിൽ ഈശ്വരനെ കാണുന്ന ഒരു രീതിയൊന്നുമില്ല. അപ്പം ആ മുഴുവൻ കാര്യങ്ങളും വളരെ വ്യത്യസ്തമായ രീതിയിൽ കാണുന്ന ഒരു ഗ്രൂപ്പാണ്. അപ്പം അത് വച്ചിട്ടാണ് മാക്സ് മുള്ളർക്ക് മജുംദാർ ഈ വിവരങ്ങൾ കൊടുത്തത്. പിന്നെ പാശ്ചാത്യ പണ്ഡിതന്മാരോടുള്ള ഒരു താല്പര്യമാണ് ഇതിന് പിന്നിൽ. അതായത് ഈ മാക്സ് മുള്ളർ മജുംദാറെ ആശ്രയിക്കാനുള്ള മജുംദാർക്ക് മാക്സ് മുള്ളറോടുള്ള ഒരു താല്പര്യം എന്തെന്ന് വെച്ചാൽ, പാശ്ചാത്യ പണ്ഡിതന്മാരോട് ഈ ബ്രഹ്മസമാജ അംഗങ്ങൾക്കൊരു പ്രത്യേക താല്പര്യമുണ്ട്. അതാണ് അതിനകത്തൊരു പ്രത്യേകത വരുന്നത്. പ്രത്യേകിച്ച് അവർ ആ ബ്രിട്ടീഷ് കമ്പനിയുമായിട്ടുള്ള ബന്ധത്തിലാണ് അവരുടെ എല്ലാ ചുറ്റുപാടുകളും കെട്ടിപ്പടുക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പാശ്ചാത്യരുമായിട്ടുള്ള അവരുടെ ബന്ധം തന്നെ വളരെ വ്യത്യസ്തമാണ്. ഒരു വിധേയത്വം ഇവർക്ക്, ഈ ബ്രഹ്മസമാജ അംഗങ്ങൾക്കെല്ലാം ഒരു വിധേയത്വം ഈ പാശ്ചാത്യ അംഗങ്ങളോടുണ്ട്. അതേസമയം സ്വാമിജിയെപ്പോലുള്ളവർ അങ്ങനെയല്ല. അവർ അവരുടേതായ ഭാരതീയമായ കാഴ്ചപ്പാട് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ആളുകളാണ്. അല്ലാതെ ഇംഗ്ലീഷുകാരുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കുകയല്ല ചെയ്യുന്നത്. അതാണ് ഇവിടെ വന്ന വ്യത്യാസം. ഇതൊക്കെയാണ് അടുത്ത ഗ്രന്ഥം എഴുതുമ്പോൾ, ശ്രീരാമകൃഷ്ണദേവനെക്കുറിച്ച് ഇംഗ്ലീഷിൽ ഒരു സമ്പൂർണ്ണ ഗ്രന്ഥം എഴുതപ്പെടുമ്പോൾ ഈ എററുകൾ വരാതിരിക്കണം എന്നുള്ളത് സ്വാമിജിയെ സംബന്ധിച്ചൊരു വല്ലാത്തൊരു ഒരു മാനസിക സംഘർഷത്തിലേക്ക് എത്തിച്ചു. അത്രമേൽ കാരണം ഇത് എഴുതി പ്രസിദ്ധീകരിച്ച് കഴിയുമ്പോൾ ഒരു ഓൾ ഇന്ത്യ ലെവലിൽ അതൊരു റെക്കോർഡായി മാറുകയാണ്. അപ്പോൾ അതിന് വളരെ സൂക്ഷിച്ചില്ലെങ്കിൽ ഉണ്ടാകാവുന്ന അപകടം കൂടെ സ്വാമിജി ഇതിനകത്ത് കാണുന്നുണ്ട്. പിന്നീട് ഇതിനകത്ത് വരുന്ന വേറൊരു പ്രധാന വിഷയം എന്തെന്ന് വെച്ചാൽ, ഈ പാശ്ചാത്യരെ സംബന്ധിച്ചിട്ട് അവർക്ക് ഏകദൈവ വിശ്വാസമാണ്. അതാണ് ഈ കൾച്ചറുകൾ തമ്മിലുള്ള ഒരു ക്രയവിക്രയം വരുമ്പോൾ, ട്രാൻസാക്ഷൻ വരുമ്പോൾ
ഉണ്ടാകുന്നൊരു പ്രശ്നം, പല തരത്തിലുള്ള വിശ്വാസ പ്രമാണങ്ങളാണ് പരസ്പരം കൈമാറേണ്ടി വരുന്നത്. ഇതെല്ലാം ഈ ഗ്രന്ഥരചനയെ വല്ലാതെ ബാധിക്കും. അതാണ് സ്വാമിജി പറഞ്ഞത്. കാരണം ഏകദൈവ വിശ്വാസികളാണ് ഇത് എഴുതാൻ, ഈ മാക്സ് മുള്ളർ ഉൾപ്പെടെയുള്ള പാശ്ചാത്യരെല്ലാം ഏകദൈവ വിശ്വാസികളാണ്. ഭാരതീയരെ സംബന്ധിച്ച് അങ്ങനെയല്ല. നമ്മൾ ബഹുമുഖ രൂപത്തിൽ ഈശ്വരനെ ആരാധിക്കുന്നവരാണ്. സാകാര രൂപത്തിൽ തന്നെ ധാരാളം നമുക്കുണ്ട്. അതല്ലാതെ ഇമേജുകൾ, ധാരാളം തരത്തിലുള്ള ഇമേജുകൾ ഈശ്വര സങ്കല്പത്തിൽ നമുക്കുണ്ട്. അപ്പോൾ ആ തരത്തിൽ വരുന്ന ഒരു കൾച്ചറും അതിൻ്റെ ഭാഗമായി സംസാരിക്കുകയും ഉപദേശങ്ങൾ നൽകുകയും ചെയ്തിട്ടുള്ള അവതാര പുരുഷനായ ശ്രീരാമകൃഷ്ണദേവനെക്കുറിച്ച് എഴുതുമ്പോൾ, ഏകദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാൾ ശ്രീരാമകൃഷ്ണദേവനെക്കുറിച്ച് എഴുതുമ്പോൾ എന്തായിരിക്കും എഴുതുക? സാക്ഷാൽ അവതാര സ്വരൂപമാണ് ശ്രീരാമകൃഷ്ണദേവൻ എന്ന സങ്കല്പം ഒരുപക്ഷെ മാക്സ് മുള്ളറെ പോലുള്ളവർക്ക് ദഹിക്കില്ല. കാര്യം അവർ ഏകദൈവത്തിൽ വിശ്വസിച്ച് വരുന്നവരാണ്. അപ്പോൾ അവരിത് എഴുതുമ്പോൾ ഒരിക്കലും ഈശ്വരീയമായ ഒരു കോൺസെപ്റ്റ് അതിനകത്ത് ഒരിക്കലും കടന്നു വരാൻ ഒരു സാധ്യതയുമില്ല. ഇത്തരം മാനസിക സംഘർഷങ്ങളാണ് സ്വാമിജിയെ ഈ സമയത്ത് നയിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടെ സംഭവിച്ചപ്പോൾ ഈ മാക്സ് മുള്ളർക്ക് ആദ്യം കിട്ടിയ വിവരങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഈ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു ഉപരിതലത്തിലുള്ള വിശ്വാസങ്ങൾ മാത്രമാണ് മാക്സ് മുള്ളർക്ക് ഭാരതത്തിൽ നിന്ന് കിട്ടുന്നത്. ശരിയായതല്ല. എന്നാലും മാക്സ് മുള്ളർ എഴുതിയതിൽ ഒരു കാര്യം ഈ പാശ്ചാത്യർക്ക് വളരെ സ്വീകാര്യമായിട്ട് വന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ മജുംദാർ നൽകിയ വിവരമാണ്. മജുംദാർ നൽകിയ ഒരു വാക്ക് മാക്സ് മുള്ളറെ വല്ലാതെ ആകർഷിച്ചു. അതാണ് മാക്സ് മുള്ളർ ഒരു ഇൻ്റലക്ച്വലാണ്. അതുകൊണ്ടാണ് മജുംദാർ ഇത് പറഞ്ഞപ്പോൾ ആ ഒരു പർട്ടിക്കുലർ വാക്കിൽ, ആ ഒരു വാക്കാണ് നമ്മുടെ മാക്സ് മുള്ളറെ ആകെ മാറ്റിമറിച്ചത്. സ്വാമിജിയുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കാനുള്ള മാക്സ് മുള്ളറുടെ ആ സാഹചര്യം പോലും ഈ ഒരു വാക്കിൽ നിന്നാണ് ഉണ്ടായത്. നോക്കുക, അതാണ് ഇപ്പം മജുംദാർ, പ്രതാപ് ചന്ദ്ര മജുംദാർ എന്തെല്ലാം വിവരങ്ങൾ എങ്ങനെയെല്ലാം കൊടുത്തെന്ന് വെച്ചാലും ഭഗവാന്റെ ഒരു ഗ്രേസ്, ഇത്തരം വിവരങ്ങൾ ഭഗവാനെക്കുറിച്ചുള്ള ഒരു കാര്യത്തിൽ ഭഗവാന്റെ ഒരു ഗ്രേസ് എവിടെയാണ് വെളിപ്പെടുക എന്നുള്ളത് പറയാൻ പറ്റില്ല. ഭഗവാൻ അത് അവിടെ കൃത്യമായി പ്ലേസ് ചെയ്യും. അപ്പം മജുംദാർ ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ പോലും ഭഗവാൻ അതിൻ്റെ യാഥാർത്ഥ്യത്തെ കൃത്യമായി മാക്സ് മുള്ളറിൽ എത്തിക്കുന്നതിന് ഒരു വാക്കിലൂടെയാണ് സംഭവിച്ചതെന്ന് പറയുന്നു. എന്താണ് ആ വാക്ക്? ആ മാക്സ് മുള്ളർക്ക് കൊടുത്ത വാക്കിതായിരുന്നു. അതായത് മജുംദാർ നൽകിയ വാക്കിതാണ്: ഇൻഡിവിസിബിൾ എക്സിസ്റ്റൻസ്, ഇൻഡിവിസിബിൾ എക്സിസ്റ്റൻസ്, നോളജ്, ബ്ലിസ്. ഇതാണ് മാക്സ് മുള്ളർക്ക് കൊടുത്ത വാക്ക്, ആ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്ത വാക്ക്. അല്ലെങ്കിൽ ആ ഒരു വാക്ക് ശ്രീരാമകൃഷ്ണദേവനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതിനകത്ത് വന്ന ഒരു വാചകത്തിൻ്റെ ഒരു ഘടന ഇങ്ങനെയായിരുന്നു: ഇൻഡിവിസിബിൾ എക്സിസ്റ്റൻസ്, നോളജ്, ബ്ലിസ്, അഖണ്ഡ സച്ചിദാനന്ദം. അഖണ്ഡ സച്ചിദാനന്ദം. ഈ ഒരു വാക്ക്, ഇങ്ങനെ ഒരു നിർവചനം, ഇങ്ങനെ ഒരു വാക്ക് മാക്സ് മുള്ളറുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അഖണ്ഡ സച്ചിദാനന്ദം. ഇത് മാക്സ് മുള്ളർക്ക് പരിചയമേ ഇല്ല ഈ വാക്കിനോട്. കാര്യം അവരുടെ ഇതിൽ അങ്ങനെ ഒരു വാക്കില്ല. അഖണ്ഡ സച്ചിദാനന്ദം അത് തികച്ചും ഭാരതീയമായൊരു കോൺസെപ്റ്റാണ്. ഇൻഡിവിസിബിൾ എക്സിസ്റ്റൻസ്, നോളജ്, ബ്ലിസ്. ഇതിനെയാണ് അഖണ്ഡ സച്ചിദാനന്ദം എന്നുള്ള ആ വാക്ക് ഉദ്ദേശിച്ചത്. അഖണ്ഡ സച്ചിദാനന്ദം നമ്മളത് പറയുമ്പോൾ അഖണ്ഡ സച്ചിദാനന്ദം. അപ്പൊ ഈ ഒരു നിർവചനം എന്തോ എന്ന് ഭഗവാനെ കുറിച്ച് പറയുന്നത് മാൻ ഓഫ് ബ്ലിസ്. അതെ, ഞാനിവിടെ അഖണ്ഡ സച്ചിദാനന്ദം എന്നുള്ള ഭാഗത്ത് മാത്രമായിട്ട് എടുത്തതാണ്. അതെ, ഇവിടെ അഖണ്ഡ സച്ചിദാനന്ദം എന്നുള്ളതിനെ ആ വാക്കിന്റെ ഇതാണ് ഇംഗ്ലീഷിൽ മജുംദാർ കൊടുക്കുന്നത്.
അതാണ് ഇൻഡിവിസിബിൾ എക്സിസ്റ്റൻസ്. ഇൻഡിവിസിബിൾ എക്സിസ്റ്റൻസ് എന്നുള്ള വാക്കിന് വളരെ പ്രാധാന്യം വരുന്നത്. അപ്പോൾ അതെ ഇൻഡിവിസിബിൾ എക്സിസ്റ്റൻസ് എന്നുള്ള വാക്ക് പാശ്ചാത്യരെ സംബന്ധിച്ച് അത് പറഞ്ഞപ്പോഴാണ് മാക്സ് മുള്ളർ വല്ലാതെ മാക്സ് മുള്ളർ ഹൃദയത്തിൽ കയറി തറച്ച ഏക പ്രയോഗം അതാണ് ഭഗവാനെക്കുറിച്ച് എവിടെ ഇരുന്ന് ആര് പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചാലും അവിടെ ഭഗവാന്റെ ഒരു ഇടപെടലുണ്ടാവും. ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ മാക്സ് മുള്ളർക്ക് ഇത് കൃത്യമായ അർത്ഥത്തിൽ ലഭിക്കുമായിരുന്നില്ല. ഇവിടെ വെച്ചാണ് മാക്സ് മുള്ളർ ശ്രീരാമകൃഷ്ണദേവനിലേക്ക് അടുക്കുന്നത്. അതോടെ മാക്സ് മുള്ളറെ സംബന്ധിച്ച് പിന്നെ പ്രതാപ് ചന്ദ്ര മജുംദാറൊക്കെ പോയി, സകലതും പോയി. പിന്നെ ശ്രീരാമകൃഷ്ണദേവനിലേക്കുള്ള ഒരു അടുപ്പമാണ് പിന്നീട് സ്വതവേ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് സ്വാമിജിയുമായിട്ട് ബന്ധപ്പെടാനുള്ളൊരു കാരണം. പക്ഷെ മാക്സ് മുള്ളർ അത് സ്വയം അതങ്ങനെ ഈശ്വരീയമായ കാര്യങ്ങളിൽ സംഭവിക്കുന്നതാണ്. അത് നമ്മുടെയൊക്കെ ചിന്തകൾക്കും നമ്മുടെയൊക്കെ സങ്കല്പങ്ങൾക്കും ഒക്കെ അപ്പുറമാണ്. കാര്യം ഒരു മീഡിയത്തിൻ്റെയും സഹായമില്ലാതെ ശ്രീരാമകൃഷ്ണദേവനെ മനസ്സിലാക്കാൻ മാക്സ് മുള്ളർക്ക് സാധിക്കുന്നതിൻ്റെ തുടക്കമാണിത്. അപ്പോൾ ഇതാണ് പിന്നീട് മാക്സ് മുള്ളറെ ശ്രീരാമകൃഷ്ണദേവനെക്കുറിച്ച് രചിക്കാനുള്ള ഒരു കീ വേർഡായിട്ട് മാറിയത്. ഇതാണ് ആ കീവേഡ്. ഇതിൽ പിടിച്ചാണ് പിന്നീട് മാക്സ് മുള്ളർ ആ ഗ്രന്ഥം എഴുതാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് സത്യം. അപ്പോൾ 18-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം മുതൽ തന്നെ പാശ്ചാത്യ പണ്ഡിതന്മാർ, അപ്പോൾ ഇവിടെ അടുത്ത മാക്സ് മുള്ളറുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ നമ്മൾ ഇവിടെ മറ്റൊരു കാര്യം കൂടെ ചിന്തിക്കേണ്ടത് 18-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം മുതൽ തന്നെ പാശ്ചാത്യ പണ്ഡിതന്മാർ സംസ്കൃതത്തെ അവരുടെ പ്രധാന പഠന വിഷയമാക്കിയിരുന്നു എന്നും കൂടെ ഓർക്കണം. 18-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം മുതൽ 18-ാം നൂറ്റാണ്ട് തുടക്കം മുതലാണ് എടുക്കുക. അപ്പോൾ മാക്സ് മുള്ളർക്കൊക്കെ മുമ്പുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത്. അപ്പോൾ പാശ്ചാത്യ പണ്ഡിതന്മാർ ഈ സംസ്കൃതത്തെ അവരുടെ പ്രധാന പാഠ്യ വിഷയമാക്കി അല്ലെങ്കിൽ പഠന വിഷയമാക്കിയിട്ട് അങ്ങനെ സ്വീകരിച്ചിരുന്നു. പ്രത്യേകിച്ച് ഓക്സ്ഫോർഡ് പോലെയുള്ള യൂണിവേഴ്സിറ്റികളിൽ അലക്സാണ്ടർ ഹാമിൽട്ടൺ, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് അലക്സാണ്ടർ ഹാമിൽട്ടൺ. അപ്പോൾ ഈ ഹാമിൽട്ടൺ അതിലൊരു പ്രധാന വ്യക്തിയാണ്. 1688 മുതൽ 1723 വരെ ആലോചിച്ച് നോക്കണം ആ കാലഘട്ടം. 1688 മുതൽ 1723 ശ്രീരാമകൃഷ്ണദേവനൊക്കെ 1600 എന്ന് പറയുമ്പോൾ 200 വർഷം പറയിലേക്ക് പോവുക വീണ്ടും. അപ്പോൾ 1688 മുതൽ 1723 വരെ ഈ ഹാമിൽട്ടൺ, അലക്സാണ്ടർ ഹാമിൽട്ടൺ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടി പര്യടനം നടത്തുന്നതിനിടയിൽ ഇന്ത്യയിൽ വന്ന ആളാണ്. 1688 കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ അന്ന് സംസ്കൃതം പഠിക്കാനുള്ള ഒരു താല്പര്യം ഹാമിൽട്ടനെ പോലുള്ളവർ മുന്നോട്ട് കണ്ടു. നോക്കൂ, നമ്മുടെ സംസ്കൃത ഭാഷയും ഭാരതീയ സംസ്കൃതിയുടെയും ഒരു ചരിത്രത്തിലേക്ക് പോകുമ്പോൾ ഈ വിദേശികൾ വന്നു, ആക്രമിച്ചു, കീഴടക്കി എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള കുറേ ഹിസ്റ്ററിയാണ് നമ്മൾ പഠിച്ചു വെക്കുന്നത്. ഇതിനെല്ലാം അപ്പുറം ചിലത് സംഭവിക്കുന്നുണ്ട്. അതേക്കുറിച്ച് നമ്മൾ ഒട്ടും ബോധവാന്മാരല്ല. അതിനെക്കുറിച്ച് നമുക്കൊന്നും അറിയണ്ട. 1688 ഇവിടെ ഹാമിൽട്ടൺ ഇന്ത്യയിൽ വന്നപ്പോൾ അദ്ദേഹം ശ്രമിച്ചത് സംസ്കൃതം പഠിക്കാനാണ്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ആളാണ് അദ്ദേഹം, പ്രൊഫസറാണ്. അപ്പോൾ അദ്ദേഹം സംസ്കൃതം പഠിക്കാനാണ് ശ്രമിച്ചത്. അപ്പോൾ ഇതിൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ ഇതിന് പിന്നിലൊരു വലിയ രസകരമായ ഒരു കെണിയുണ്ട്. കെണിയെന്ന് വേണമെങ്കിൽ പറയാം. ഈ ബ്രിട്ടീഷുകാർ ലോകം കീഴടക്കാനുള്ള ശ്രമം ആരംഭിച്ചപ്പോൾ തന്നെ അവർക്കറിയാം ആയുധബലം കൊണ്ടോ ശക്തി കൊണ്ടോ ഒന്നും ഈ ലോകത്തെ ഓരോ രാജ്യങ്ങളെയും കീഴടക്കാൻ സാധിക്കുന്ന തരത്തിൽ അത്രമേൽ ശക്തരല്ല തങ്ങൾ എന്ന് ബ്രിട്ടീഷുകാർക്കറിയാം. കാരണം അതൊരു കൊച്ചു രാജ്യമാണ്, കൊച്ചു രാജ്യമാണ്. അപ്പോൾ ആ കൊച്ചു രാജ്യത്തിലുള്ളവർക്ക് ലോകം കീഴടക്കണം എന്നൊക്കെ ചിന്തിക്കുന്നത് തന്നെ ഒരു അതിമോഹമാണ് എന്നൊക്കെ പറയുന്ന പോലെയാണ്, അതിമോഹം. പക്ഷെ അവരതിനെ ഉപയോഗിച്ച വിധം
ഒരു യുദ്ധം എന്നുള്ള നിലയിലോ ഒരു കീഴടക്കൽ എന്നുള്ള നിലയിലോ ഉള്ള നേരിട്ടുള്ള അറ്റാക്ക് ആയിരുന്നില്ല ഒരിടത്തും അവർ ഉപയോഗിച്ചത്. അതിനവർ സ്വീകരിച്ച ഒരു മാർഗം എന്ന് പറയുന്നത്, ഇപ്പോൾ ഓക്സ്ഫോർഡ്, കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റികൾ നിലവിലുണ്ട്. അതിന് കൂടാതെ ലണ്ടൻ യൂണിവേഴ്സിറ്റി കൂടെ അവിടെ സ്ഥാപിക്കപ്പെടുകയാണ്. ഇവിടെയാണ് ഈ പ്രൊഫസർമാരും ഇതനുസരിച്ചുള്ള മറ്റ് പ്രമുഖരായ പണ്ഡിതന്മാരെയുമെല്ലാം ഈ ബ്രിട്ടീഷുകാരായ പണ്ഡിതന്മാരെ, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഹാമിൽട്ടനെ പോലുള്ള ആൾക്കാർ, അപ്പം അവരുടെ അനന്തര തലമുറയിൽ വരുന്നതാണ് നമ്മൾ ഈ പറഞ്ഞ മാക്സ് മുള്ളറൊക്കെ. ആ നിരയുടെ പിന്നീട് വന്ന ആൾക്കാരാണ്. അപ്പം ഒരു വലിയ നിര തന്നെ വിദ്യാഭ്യാസ വിചക്ഷണന്മാരെ തയ്യാറാക്കിയിട്ടാണ് അവർ പല ദേശങ്ങളിലേക്ക് വിട്ടത്. അങ്ങനെയാണ് ഹാമിൽട്ടൺ ഈ യാത്രയൊക്കെ നടത്തിയത് ലോകം മുഴുവൻ. ഹാമിൽട്ടനെ പോലുള്ളവർ ധാരാളം പേർ, ഇപ്പം ഹാമിൽട്ടനെ നമ്മളൊരു ഉദാഹരണമായിട്ട് എടുത്തതേ ഉള്ളൂ. ഇവർ ഈ ലോകം മുഴുവൻ സഞ്ചരിക്കുമ്പോൾ ഇവർ സംസ്കാരത്തിലൂടെയാണ് മറ്റ് രാജ്യങ്ങളിലേക്ക് പ്രവേശിക്കുന്നത്. ആ രാജ്യത്തിൻ്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ട് അപ്പം എന്ത് ചെയ്യും? ഇപ്പം ഇന്ത്യയാണെങ്കിൽ അവർ നോക്കിയപ്പോൾ സംസ്കൃതമാണ് ഇവിടുത്തെ ഭാഷ. അപ്പോൾ സംസ്കൃതം പഠിക്കണം. ഇവിടെ ഉള്ളവരുമായിട്ട് സംവദിക്കണമെങ്കിൽ സംസ്കൃതം പഠിക്കണം. അങ്ങനെ അവർ സംസ്കൃതം പഠിക്കാനും സംസ്കൃതത്തെക്കുറിച്ച് കൂടുതൽ അവഗാഹം നേടാനുമായി ആദ്യത്തെ ശ്രമം. അപ്പോൾ നമ്മളുമായിട്ടുള്ളൊരു സാംസ്കാരിക വിനിമയത്തിന് അവർ തയ്യാറെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം എത്ര പ്ലാൻഡ് ആയിട്ടാണ്! ചുമ്മാ അല്ല, 200 വർഷം ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്ന് ഉറപ്പിച്ച് നിന്നെങ്കിൽ അത് വെറുതെ ഒന്നുമല്ല. അതാണ് എത്രയോ കാലമായി അവർ നടത്തിയിട്ടുള്ള ഈ ഒരു പരിശ്രമത്തിൻ്റെ ഫലം കൂടിയാണത്. ചെറിയ ചരിത്രത്തിലെ വെറുതെ ഒരു രാജ്യം ഒരു രാജ്യത്തെ കീഴടക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ അത് അങ്ങനെയല്ല അത് കാണുന്നത്. അപ്പോൾ അതാണ് ഇവർ എടുത്ത തന്ത്രം എന്ന് ഞാനിവിടെ പറയുകയാണത്. അപ്പോൾ ലോകത്ത് ഓരോ പ്രദേശവും അവർ പണ്ഡിതന്മാരെ പറഞ്ഞുവിടും, എന്നിട്ട് അവിടുത്തെ ഭാഷയൊക്കെ പഠിപ്പിക്കും. എന്നിട്ട് അവരോട് പറയുന്നത് എന്താണ്? ഇപ്പോൾ ഇന്ത്യയിൽ വന്നപ്പോൾ ഇന്ത്യൻ സമൂഹത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവരെ അവർ അവരുടെ നാട്ടിലേക്ക് ക്ഷണിക്കുകയാണ് പഠിക്കാൻ വേണ്ടി, അവിടെ വന്ന് പഠിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം കേശവചന്ദ്രസേനൊക്കെ ലണ്ടനിൽ പോകുന്നതിൻ്റെ ഭാഗം അങ്ങനെ വന്നതാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഈ മജുംദാറെ പോലുള്ളവർ അവിടെ ബന്ധം സ്ഥാപിക്കാൻ പിന്നീടുണ്ടായതൊക്കെ ഈ ഒരു സാംസ്കാരിക വിനിമയത്തിൻ്റെ ഭാഗമായിട്ടാണ് നടന്നിട്ടുള്ളത്. നമ്മുടെ ഇന്ത്യയിൽ നിന്ന് എത്രയോ പേർ ഇതേപോലെ വിദേശ രാജ്യങ്ങളിൽ പഠിക്കാനും മറ്റു കാര്യങ്ങൾക്കായിട്ട് എത്രയോ പേരാണ് അപ്പോൾ പോയി. ഇന്നത്തെ ഈ സാഹചര്യത്തിലുള്ള പോക്കല്ല അന്ന് സാംസ്കാരികപരമായ ഒരു ക്രയവിക്രയമായിരുന്നുണ്ട്. ഇന്നിപ്പോൾ അതല്ലല്ലോ. ഇന്നിപ്പോൾ പോകുന്നു എന്നിപ്പോൾ UK യിലും കാനഡയിലൊക്കെ പോകുന്നു എന്ന് പറയുന്നതിന് യാതൊരു അർത്ഥമില്ല. അതിനകത്ത് ഒരു സാംസ്കാരികപരമായ ഒരു പിന്തുണയും അല്ലെങ്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാത്ത പോക്കാണ്. അതൊക്കെ വെറുതെ ഇങ്ങനെ ജീവസന്ധാരണത്തിന് വേണ്ടി പലയിടത്തും പോകുന്നു എന്നുള്ള അർത്ഥത്തിലെടുത്താൽ മതി. പക്ഷെ അന്നതല്ല. അന്നൊരു സാംസ്കാരിക വിനിമയം തന്നെ ഇവിടെ സംഭവിക്കുന്നുണ്ടായിരുന്നു. അത് ബ്രിട്ടീഷുകാരാണെങ്കിൽ തന്നെ അവർ ഇത് ഓരോ രാജ്യത്തെ ആളുകളെ ആ തരത്തിൽ തിരഞ്ഞെടുത്ത് ഒരു ബന്ധം സ്ഥാപിക്കുകയും ഇതിലൂടെ ബ്രിട്ടീഷുകാർ അതാത് രാജ്യങ്ങളിൽ അവരുടെ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ട് വരികയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇവിടെയും വന്ന് ആധിപത്യം ഉറപ്പിക്കുന്നത്. അത് പല രൂപത്തിൽ ഇവിടെ വന്ന് അവർ ഉറപ്പിക്കുന്നു. അവരെ ഭരണം തന്നെ ഏറ്റെടുത്തു. അവർ യുദ്ധം ചെയ്തല്ലല്ലോ ഇവിടെ വന്നത്. ഒരു യുദ്ധവും അവർ നടത്തിയിട്ടില്ല. അവർ പോയപ്പോഴും ഒരു യുദ്ധവും നടത്തിയിട്ടില്ല. അപ്പം ഇത്തരം പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. നോക്കൂ, അപ്പോൾ ഈ ഒരു ഘടനയിലേക്ക് 1600-കൾക്ക് മുൻപേ മുതൽ ബ്രിട്ടീഷുകാർ നടത്തി വന്നിരുന്ന ആ കണ്ടിന്യൂ ചെയ്ത് വരികയും പിന്നീട് രാജാറാം മോഹൻ റായെ പോലുള്ളവർ 1822-23 ആയപ്പോൾ അവരും ഇതിനകത്ത് തുടർന്ന് 23-ന് ശേഷം അവരും ഒക്കെ ഇത് വന്ന് തുടങ്ങും. അപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ്റെയൊക്കെ അവതാരം വരുന്നതിനൊക്കെ വളരെ മുമ്പ് തന്നെ ഇത്തരമൊരു സാംസ്കാരിക പശ്ചാത്തലം ഇന്ത്യയിൽ ഉടലെടുത്തു കഴിഞ്ഞിരുന്നു. അവിടേക്കാണ് ശ്രീരാമകൃഷ്ണദേവൻ്റെ പ്രവേശം. ഇത്രയും കാലത്തെ പരിശ്രമം കൊണ്ട് ബ്രിട്ടീഷുകാർ എന്തൊക്കെയാണോ കെട്ടിപ്പൊക്കിയിട്ടുള്ളത് അതിലേക്കാണ് ശ്രീരാമകൃഷ്ണദേവൻ തൻ്റെ ചെറിയ സംഘത്തെ ഒരുക്കിക്കൊണ്ടുവരുന്നത്. അത് ഒറ്റയ്ക്ക് ഇത്രയും കാലത്ത് നമ്മൾ ആ കാലഘട്ടത്തിൻ്റെ വലിപ്പം ഇവിടെ സൂചിപ്പിക്കാൻ കാരണം ഇത്രയും വർഷത്തെ 100-200 വർഷം 1600-കൾ മുതൽ തുടങ്ങി അതിനു മുമ്പേ തുടങ്ങിയിട്ടുള്ള ആ ബ്രിട്ടീഷ് ആധിപത്യത്തിൻ്റെ സാംസ്കാരിക വിനിമയത്തിൻ്റെ മുകളിലേക്കാണ് ശ്രീരാമകൃഷ്ണദേവൻ ദക്ഷിണേശ്വരത്തെ ഒരു മുറിയിലിരുന്നു കൊണ്ട് ഒറ്റയ്ക്ക് ഇവരോട് എതിരിടുക എന്നല്ല, ഈ സംസ്കാരത്തെ സംശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തിയത്. അതിനുവേണ്ടി ഒരു ആർമിയെ തന്നെ നിർമ്മിച്ചത്. ഭഗവാന്റെ ആർമിയാണ് ഇവർ, വിവേകാനന്ദ സ്വാമിയെ പോലുള്ളവർ. സാംസ്കാരികമായ പടയാളികളാണവർ.
അവരാ ലോകത്തിലേക്ക് തിരിച്ചു ചെല്ലുകയാണ്. ആരാണോ ഇന്ത്യയിലെ ലക്ഷ്യം വെച്ച് വന്നത്, ആ ഇന്ത്യയെ ലക്ഷ്യം വെച്ച് വന്നവരുടെ കേന്ദ്രത്തിലേക്ക്, അവരുടെ അടുത്തേക്കാണ് ഭഗവാന്റെ ആധ്യാത്മിക പുരുഷന്മാർ എത്തിച്ചേർന്നത്, കുട്ടികൾ, ചെറുപ്പക്കാർ. എന്നിട്ടിത് മുഴുവൻ അവർക്ക് ഇവർ 100-150 വർഷം കൊണ്ട് നടത്തിയ ശ്രമത്തെ വെറും 1-2 പ്രസംഗം കൊണ്ട്, അല്ലെങ്കിൽ 2-3 മാസത്തെ പര്യടനം കൊണ്ട് കീഴ്മേൽ മറിക്കാൻ ഇവർക്ക് കഴിഞ്ഞു, സ്വാമിജിക്ക് ഉൾപ്പെടെ. അതാണ് ഇവിടുത്തെ പ്രധാനമായും നമ്മൾ ഈ കത്തുകളിൽ ഈ ഭാഗത്ത് കാണുന്നത്. അപ്പോൾ ഇതൊരു ഈ തരത്തിൽ ഉള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് പാശ്ചാത്യവൽക്കരണം നടക്കുന്നു എന്ന് മുൻകൂട്ടി കണ്ടറിഞ്ഞ് സ്വാമിജി നടത്തിയിട്ടുള്ള ഭാരതീയ സംസ്കൃതിയെക്കുറിച്ച് നടത്തിയ നിരവധി പ്രഭാഷണങ്ങൾ, അത് പിന്നീട് അതാണ് ഇന്ന് നമുക്ക് നമ്മുടെ ഈ ഭാരതത്തിൽ ലോകത്തിന് മുമ്പിൽ ഇന്നും പ്രോജ്വലിച്ച് നിൽക്കുന്ന നമ്മുടെ സംസ്കൃതി, നമ്മുടെ സംസ്കാരം, നമ്മുടെ വേദങ്ങൾ, നമ്മുടെ പുരാണങ്ങൾ, നമ്മുടെ ഉപനിഷത്തുകൾ, ഇതിനെല്ലാം ഒരു വാല്യൂ ഉണ്ടാകുന്നത് ഈ ശ്രമങ്ങൾ കൊണ്ടാണ്. 200 വർഷം കൊണ്ട് ബ്രിട്ടീഷുകാർ നടത്തിയ ശ്രമത്തെ 2-3 മാസം കൊണ്ട് സ്വാമിജി മാറ്റിമറിച്ചു കളഞ്ഞു. എന്നിട്ട് അവരുടെ ആൾക്കാരെ തന്നെ ഇവിടെ കൊണ്ടുവന്നു, കൂടെ കൊണ്ടുവന്നു. അതാണ്. അപ്പോൾ ആ ഒരു ആലോചിച്ചു, 200 വർഷത്തെ 3 മാസം കൊണ്ട് നേരിടുക. 200 വർഷത്തെയാണ് 3 മാസം കൊണ്ട് നേരിട്ടത്. അതിന് സ്വാമിജിയെയും സഹസന്യാസിമാരെയും ഒരുക്കിയ ഭഗവാന്റെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ടല്ലോ, അത് വല്ലാത്ത, നമ്മളത് എത്രയാണ് നമ്മളുടെ പരിമിതമായ ഈ തല വെച്ചൊന്നും അതൊന്നും ആലോചിച്ചാൽ പോലും എത്തില്ല. ഇപ്പം അതേപോലെ വേറൊരാൾ വന്നതാണ്, ഈ നേരത്തെ പറഞ്ഞ പോലെ അലക്സാണ്ടർ ഹാമിൽട്ടനെ പോലെ തന്നെയാണ് പിന്നെ ഒരാൾ വന്നത്, മോണിയർ വില്യംസ് എന്ന് പറഞ്ഞ മറ്റൊരാൾ. മോണിയർ വില്യംസ് അത് വിവേകാനന്ദ സ്വാമിയുടെ സമകാലികനാണ്. മോണിയർ വില്യംസ് ഏതാണ്ട് സമകാലീനമായിട്ടിരുന്ന ആളാണ്. സംസ്കൃത ഭാഷയിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിഘണ്ടു സൃഷ്ടിച്ചവരിൽ ഒരാളാണ് മോണിയർ വില്യംസ്. ആലോചിച്ച് നോക്കൂ, സംസ്കൃത ഭാഷയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിഘണ്ടു സൃഷ്ടിച്ച ആളാണ് മോണിയർ വില്യംസ്. ആലോചിച്ച് നോക്കുമ്പോൾ അവരെ നടത്തിയ ശ്രമങ്ങൾ, അവർ ഈ ഭാഷ ഉപയോഗിച്ച് നമ്മളുടെ പുറത്ത് അല്ലെങ്കിൽ ഭാരതത്തെ കീഴടക്കാൻ വേണ്ടി അവർ ഭാഷയെ എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്ന് അത് കൂടുതൽ നമുക്ക് ബോധ്യപ്പെടണമെങ്കിൽ, ഇതിപ്പോൾ മോണിയർ വില്യംസിൻ്റെ കാര്യം പറഞ്ഞാൽ നമുക്ക് അത്രയും പരിചയമില്ല. നമുക്ക് പരിചയമുള്ള ഒരാളുടെ പേര് ഞാൻ പറയാം. അതായത് ഇതേ കാലയളവിൽ ഈ മോണിയർ വില്യംസിൻ്റെയൊക്കെ ഈ മോണിയർ വില്യംസ് എന്ന് പറഞ്ഞാൽ ഓക്സ്ഫോർഡിലെ സംസ്കൃത വിഭാഗത്തിൻ്റെ പ്രൊഫസറാണെന്നും കൂടെ ഓർക്കണം. വിവേകാനന്ദ സ്വാമിയുടെയൊക്കെ അതേ സമകാലീനാണ്. അതേപോലെ അദ്ദേഹം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ സംസ്കൃത വിഭാഗത്തിൻ്റെ പ്രൊഫസറാണ്. അങ്ങനെയുള്ള ഒരാളാണ്. സംസ്കൃതത്തിൽ ഒരു നിഘണ്ടു, പ്രധാനപ്പെട്ട നിഘണ്ടു എഴുതിയത് അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഒരു നിഘണ്ടു, പ്രധാനപ്പെട്ട സംസ്കൃത നിഘണ്ടു അദ്ദേഹത്തിൻ്റെ പേരിലാണുള്ളത്. അപ്പോൾ ഇത് അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമുക്ക് അത്രയും വലിയൊരു അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു ഗ്രാഹ്യം ഈ മോണിയർ വില്യംസുമായിട്ട് നമുക്ക് അധികം വരാൻ സാധ്യതയില്ല. നമുക്കത് വളരെ ക്ലിയറായിട്ട് നമുക്ക് വളരെ അടുത്തറിയാവുന്ന ഒരാളുടെ പേര് ഞാൻ പറയാം. ഇതേ കാലയളവിൽ ജീവിച്ച മറ്റൊരു ജർമ്മൻകാരൻ, നമ്മൾ മലയാളികൾക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാൾ, ഹെർമൻ ഗുണ്ടർട്ട്. ഗുണ്ടർട്ടിനെ പറയുമ്പോൾ നമുക്കറിയാം. ഈ ഇതേ കാലയളവിലാണ്. ആ ഹെർമൻ ഗുണ്ടർട്ട് 1872 മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു നിർമ്മിച്ചു. 1872 മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു. അതിനു മുമ്പ് 1868 മലയാള വ്യാകരണ ഗ്രന്ഥം എഴുതിയ ആളാണ് ഹെർമൻ ഗുണ്ടർട്ട്. നോക്കണം, മലയാളിയോ മലയാള ഭാഷയോ അറിയുന്ന ഒരാളല്ല. ആ ഒരു ജർമ്മൻകാരൻ ഹെർമൻ ഗുണ്ടർട്ട് ഇവിടെ വന്നിട്ട് മലയാള വ്യാകരണ ഗ്രന്ഥം എഴുതുന്നു, പിന്നീട് മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു എഴുതുന്നു. ഗുണ്ടർട്ടിനെ നമുക്ക് വളരെ അടുത്തറിയാം. കാരണം നമ്മളെല്ലാം ഇപ്പോൾ പഠിച്ചത് ഗുണ്ടർട്ടിനെ നമ്മൾ എപ്പോഴും നമ്മുടെ എല്ലാം സാംസ്കാരിക വിനിമയത്തിനിടയിൽ ഗുണ്ടർട്ട് എപ്പോഴും ഒരു സമകാലീനനായിട്ട് നമ്മുടെ ഇടയിലും ഉണ്ട്.
അപ്പോൾ ആലോചിച്ച് നോക്കുക അവരുടെ ഒരു ഡെഡിക്കേഷൻ. അവരെങ്ങനെയൊക്കെയാണ് ഒരു ഭാഷയെ, ഒരു സംസ്കാരത്തെ എങ്ങനെയൊക്കെയാണ് അവർ സമീപിക്കുന്നത്. അതാണ് അതിൻ്റെ വലിപ്പം. ഒരു തരം കീഴടക്കലാണ്. ഇതെന്ന് പറയുന്നത് ഒരു തരം ആയുധവും അധികാരവും ഇല്ലാതെ ആയുധവും അധികാരവും അല്ലാതെ ഒരു നാടിനെ കീഴടക്കുന്നത് ഇങ്ങനെയാണ്. കാര്യം അവർ നമുക്ക് വേണ്ടപ്പെട്ടവരായി മാറുന്നു. അവർ നമ്മുടെ സാംസ്കാരിക ചരിത്രത്തിൻ്റെ തലവന്മാരായി മാറുന്നു. അവർ നമ്മുടെ മുകളിൽ ആധിപത്യം സ്ഥാപിക്കുന്നു. ഇവിടെ ഒരു ആയുധം ഉണ്ടായിട്ടില്ല, ആയുധം കൊണ്ടുള്ള ഒരു പ്രയോഗം ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ ഒരു ബലപ്രയോഗം ഉണ്ടായിട്ടില്ല, അധികാരമൊന്നും ഉണ്ടായിട്ടില്ല. വളരെ സിമ്പിൾ. വിദ്യാഭ്യാസത്തെ, വിവര സാങ്കേതിക വിദ്യയെ എങ്ങനെ അവർ പ്രയോജനപ്പെടുത്തി എന്നുള്ളത് മാത്രമാണ് പ്രധാനം. മാക്സ് മുള്ളർക്ക് സമാനമായി ഇവരും ഉണ്ടായിരുന്നു. 1896 വിവേകാനന്ദ സ്വാമി ഓക്സ്ഫോർഡിൽ പ്രഭാഷണത്തിന് ചെല്ലുമ്പോൾ മാക്സ് മുള്ളറാണ് അവസരമൊരുക്കിയത് 96. അപ്പോൾ സംസ്കൃത വിഭാഗം പ്രൊഫസറായിരുന്ന മോണിയർ വില്യംസ് ഇതിന് ശേഷം 2 വർഷം കഴിഞ്ഞാണ് മരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ മോണിയർ വില്യംസ്, അദ്ദേഹവും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ സംസ്കൃത വിഭാഗത്തിൻ്റെ തലവനാണ്. വിവേകാനന്ദ സ്വാമി ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ വന്ന് പ്രസംഗിച്ചിട്ട് പിന്നെ 2 കൊല്ലം കഴിഞ്ഞിട്ടാണ്, അപ്പോൾ ഏകദേശം 1896 പ്രസംഗിക്കുന്നത്. അപ്പോൾ 97, 98 മോണിയർ വില്യംസ് മരണമടയുന്നത്. വിവേകാനന്ദ സ്വാമിക്ക് മോണിയർ വില്യംസിനെ അറിയാം. എത്രമാത്രമാണ് ഇതിനകത്ത് ഈ ഒരു ചരിത്രം എങ്ങനെയൊക്കെയാണ് പോകുന്നത്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം, ശ്രീരാമകൃഷ്ണദേവൻ എത്ര മുൻകൂട്ടി കണ്ടാണ് പദ്ധതികൾ നടത്തിയത് എന്നും കൂടെ നമ്മൾ ആലോചിക്കണം. ശ്രീരാമകൃഷ്ണദേവൻ മോണിയർ വില്യംസിനെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു തരത്തിലുള്ള കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിക്കാരെ ഒന്നും ശ്രീരാമകൃഷ്ണദേവൻ അന്വേഷിച്ചിട്ടേ ഇല്ല. പക്ഷേ തൻ്റെ പ്രഥമ ശിഷ്യൻ നരൻ ഈ സ്ഥലങ്ങളിൽ ചെന്നാണ് ഒരു കീഴടക്കൽ നടത്തേണ്ടത്, ആധ്യാത്മികമായ ഒരു കീഴടക്കൽ നടത്തേണ്ടത് എന്ന മുൻകൂട്ടി അറിവാണ്, അല്ലെങ്കിൽ ഒരു മുൻകൂട്ടിയുള്ള പ്ലാനാണ്, പദ്ധതിയാണ് ശ്രീരാമകൃഷ്ണദേവൻ തയ്യാറാക്കി അവതരിപ്പിച്ചത്. അതിന് സജ്ജരാക്കിയതാണ് ഇവരെ. അല്ലാതെ ഇവരുടെ കയ്യിലൊന്നുമില്ലല്ലോ. നരേന്ദ്രനായാലും ആരായാലും തന്നെ ഇവരുടെ കയ്യിലൊന്നുമില്ലല്ലോ. ഇതിനെല്ലാം ഇവരെ തയ്യാറാക്കിയെടുത്ത് ഈ പറഞ്ഞ ഘടാഘടിയന്മാർ ഈ യൂണിവേഴ്സിറ്റികളിലൊക്കെ ഇരുന്ന് ഈ ലോകം മുഴുവൻ കീഴടക്കാൻ കെൽപ്പുള്ളവരായി മാറിയ ഈ വലിയ വലിയ വിദ്യാഭ്യാസ വിചക്ഷണന്മാരെ മുഴുവൻ കീഴ്മേൽ മറിക്കാൻ തൻ്റെ കുട്ടികളെ പര്യാപ്തമാക്കുന്ന വിധം ശ്രീരാമകൃഷ്ണദേവൻ നടത്തിയ ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ടല്ലോ, അത് ഗംഭീരമാണ്. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. സംസ്കൃതത്തെ പാശ്ചാത്യ പണ്ഡിതന്മാർ ഒരു കൾച്ചറൽ വെപ്പണായിട്ട് ഉപയോഗിക്കുകയായിരുന്നു. അങ്ങനെ അതിന് വശംവദരാകാതെ തൻ്റെ ശിഷ്യ സന്യാസി സമൂഹത്തെ കെട്ടിപ്പടുത്തതാണ് ശ്രീരാമകൃഷ്ണദേവൻ്റെ വിജയം. നോക്കൂ, അവരുടെ കൾച്ചറൽ വെപ്പണായിരുന്നു ഇത്, ഈ സംസ്കൃത പഠനം. അല്ല, അവർക്കെന്ത് കാര്യം സംസ്കൃതം പഠിച്ചിട്ട്? മാളവിക അഗ്നിമിത്രമൊക്കെ വായിച്ച് രസിക്കാനാണോ സായിപ്പ് വരുന്നത്? അവർക്കെന്ത് കാര്യം ഇതിനകത്ത്? അപ്പോൾ ഒരു കൾച്ചറൽ വെപ്പണായിട്ടാണ് അവർ ഈ ഭാഷയെ പഠിക്കുകയും പ്രയോഗിക്കുകയും ചെയ്യാൻ താല്പര്യം ഉണ്ടാക്കിയത് ആദ്യം. അങ്ങനെയാണ് അവരവിടെ എത്തുന്നത്, ഈ വഴിയിലേക്ക് എത്തുന്നത്. അപ്പോൾ അതിന് വശംവദരാകാതെ, അതിൽ അന്തം വിട്ടു പോകരുത്. ഇവിടെ ബ്രഹ്മസമാജ അംഗങ്ങൾക്ക് പറ്റിയത് അതാണ്. അവരിവരുടെ ഈ ഒരു രീതി കണ്ട് ഇവിടുത്തെ പ്രൊഫസർമാരുടെ, ഈ ലണ്ടനിലെയും ഓക്സ്ഫോർഡിലെയും പ്രൊഫസർമാരുടെ സംസ്കൃത പാണ്ഡിത്യം കണ്ട് അതിൽ മയങ്ങിപ്പോയി. വിവേകാനന്ദ സ്വാമി അതിലൊന്നും പോയി അത് ലെവലേശം ബാധിച്ചില്ല വിവേകാനന്ദ സ്വാമിയെ. പകരം അവരെല്ലാം വിവേകാനന്ദ സ്വാമിയുടെ വഴിയാണ് വരെയുണ്ടായത്. വിവേകാനന്ദ സ്വാമിയാണ് അവരെല്ലാം സ്വീകരിച്ചത്. അല്ലാതെ അത് കണ്ട് അത്ഭുതപ്പെട്ടില്ല. കാര്യം വിവേകാനന്ദ സ്വാമി അവിടെ ചെല്ലുമ്പോൾ ഇവരെ ഓൾറെഡി ഭാരതീയ സംസ്കൃതിയെക്കുറിച്ച് പഠിച്ച് പ്രൊഫസർമാരായിട്ട് ഇരിക്കുന്നവരുടെ അടുത്തേക്കാണ് ഈ ചെല്ലുന്നതെന്ന് ആലോചിക്കണം. അപ്പം അതിനു മുമ്പ് ചെന്നവരെല്ലാം അത് കേട്ട് വിഴുങ്ങി ഇവിടെ വന്ന് പ്രസംഗിച്ചുകൊണ്ടിരുന്നു. ആ കോട്ടുകൂടെ ധരിച്ചാണ് ഇവിടെ വന്നത്. കേശവചന്ദ്രസേനൻ ഉൾപ്പെടെയുള്ളവരുടെ കാര്യമാണ് ഈ പറഞ്ഞത്. ഈ പോക്ക് പോയി ലണ്ടനിൽ പോയിട്ട് തിരിച്ചു വന്ന് കോട്ടുവിട്ട് ഇവിടെ നടന്നിട്ടാണ് അവർ ഈ പദ്ധതി നടത്തിക്കൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് അത് നിലനിൽക്കാതെ പോയത്. അതൊന്നും നിലനിൽക്കാതെ പോയതും അവരുടെ ആ ശ്രമങ്ങൾ നിലനിൽക്കാതെ പോയതും ബ്രഹ്മസമാജം ഉൾപ്പെടെയുള്ള ആ ആധ്യാത്മിക കേന്ദ്രങ്ങൾ പൂർണ്ണമായും നിലച്ചു പോയതും ശ്രീരാമകൃഷ്ണദേവൻ കെട്ടിപ്പടുത്ത ആ സാംസ്കാരിക പ്രസ്ഥാനം
വർഷങ്ങളോളം വീണ്ടും 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 അഭിവൃദ്ധി പ്രാപിച്ച് ഭാരതത്തിൻ്റെ ഒരു നെടുന്തൂണായി മാറുന്നതിൻ്റെ ഒരു പ്രധാന കാരണം അവരെ കണ്ട് വശംവദരായവരല്ല, മറിച്ച് നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ വിശ്വാസത്തെയും നമ്മുടെ ഈശ്വരീയ സങ്കല്പങ്ങളെയും യഥാവിധി സ്വയം മനസ്സിലാക്കി പോയ ഒരു വലിയ ശിഷ്യ സമൂഹത്തെ സൃഷ്ടിച്ചെടുത്തതിലൂടെയാണ്. അതിൻ്റെ ഗുണഭോക്താക്കളാണ് ഇപ്പോൾ നമ്മൾ. അത് നമ്മുടെ കുട്ടികളിലേക്ക് പകരാൻ നമ്മളിപ്പോൾ വളരെ വീക്കായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ അവരൊക്കെ പലരും വിദേശങ്ങളിലേക്ക് ഇങ്ങനെ പാഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർ സൃഷ്ടിച്ചതാണ്. ഇത്രയും മൂല്യവത്തായ ഒരു വലിയ സംസ്കൃതിയെ വളർത്തിയെടുത്ത് ഇവിടെ സൃഷ്ടിച്ച് നമുക്ക് തന്നിട്ട് പോയതാണ്. പക്ഷെ നമ്മുടെ കുട്ടികൾ, നമ്മൾ ഇനി വരുന്ന തലമുറ, നമ്മുടെ കുട്ടികൾ എത്രമാത്രമാണ് ഈ മൂല്യത്തെ മനസ്സിലാക്കുന്നത്, സംസ്കൃതത്തെ മനസ്സിലാക്കുന്നത്, നമ്മുടെ സാംസ്കാരികതയെ മനസ്സിലാക്കുന്നത്, ഹിന്ദുത്വത്തെ മനസ്സിലാക്കുന്നത്. ഹിന്ദുത്വം എന്നുള്ളത് ഞാൻ മത ജാതി അർത്ഥത്തിലല്ല, നമ്മുടെ സംസ്കൃതി എന്നുള്ള അർത്ഥത്തിലാണ്. ഇന്ത്യ, ഭാരതം എന്നുള്ള സംസ്കൃതി എന്നുള്ള അർത്ഥത്തിൽ എടുത്താൽ മതി, അല്ലെങ്കിൽ പിന്നെ അതിന് വേണ്ടാത്ത അർത്ഥം വരും. അത് മനസ്സിലാക്കി കൊടുക്കാൻ നമ്മുടെ കാലത്ത് നമുക്ക് സാധ്യമാകാതെ പോയി. അത് നമ്മുടെ കുട്ടികൾ ബോധതലത്തിൽ എത്തിക്കാൻ നമ്മൾ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നുവെന്ന് വേണം വിചാരിക്കാൻ. അതുകൊണ്ടാണ് കുട്ടികളെല്ലാം പുറത്തേക്ക് വായാനായിട്ട് ഇഷ്ടപ്പെടുന്നത്, ഇവിടെ നിൽക്കാതെ. നമുക്കിനി അടുത്ത ദിവസം അടുത്ത ഇതിലേക്ക് കിടക്കാം. ഇതിൻ്റെ ബാക്കി ഭാഗം. സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. ഭവാനി.